ഹലോ ഗായ്സ്, പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഗായ്സ്. നമ്മുടെ ചെറിയൊരു വ്ളോഗായിട്ട് ഇറങ്ങിയാണ്. ഫസ്റ്റ് വ്ളോഗാണ്. അതായിട്ട് ചൂണ്ടയിടാൻ വേണ്ടി വന്നൊരു സ്പോട്ടാണ്. എല്ലാവരും കൂടിയപ്പോഴത്തേക്ക് എല്ലാവരും വിചാരിച്ചൊരു ചൂണ്ടയിടാൻ പോവാം എന്ന് പറഞ്ഞ് വന്നതാണ്. നല്ല കിടിലൻ സ്പോട്ടാണ് ഗായ്സ്. പക്ഷെ ഭയങ്കര കൂടുതലായിട്ട് ഭയങ്കര കലക്കൽ വെള്ളമാണ്. അതിന് കുഴപ്പമില്ല. അതാണ് നമ്മുടെ പയ്യന്മാർ ആ കമ്പൂത്തി വരുന്നതാണ് പടയപ്പ. നമ്മുടെ കൂട്ടത്തിൽ പടയപ്പ എന്ന് പറഞ്ഞൊരു ചങ്കാണത്. പിന്നെ അവർ കുളിക്കുന്നുണ്ട് അവിടെ നമ്മുടെ ചേട്ടച്ചാർ. ഇതാണ് ഞങ്ങളുടെ മെയിൻ മീൻപിടുത്തക്കാരൻ. മീനുകളെ ആവാഹിച്ച് മീൻ പിടിക്കുന്നൊരു മെയിൻ മീൻപിടുത്തക്കാരാണ് ഇവനെ കഴിഞ്ഞുള്ള ഏത് മീൻപിടുത്തക്കാരും. അവൻ വരുമ്പോഴേ മീനുകൾ അവൻ വന്നെന്ന് പറഞ്ഞുകൊണ്ട് മീനുകളെ ആവാഹിക്കാൻ പിടിക്കാൻ കഴിവുള്ളവനാണ് അവൻ. അത് വേറൊരു ആവാഹന അവനാണ് ഈ ഇരിക്കുന്നവൻ. ഇവനാണ് രണ്ടാമത്തെ മെയിൻ മീൻപിടുത്തക്കാരൻ. ചൂണ്ടയിടാൻ ഇതാണ് പടയപ്പ. മെയിനാണ് നമ്മൾ വ്ളോഗിൽ മെയിനായിട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ട് പടയപ്പ. അതുകൊണ്ട് കൊണ്ടുവന്നതാണ്. കൊള്ളാം, നൈസാണ്. ഇവിടെ വന്നിരുന്ന് കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് ചൂണ്ടയൊക്കെ ഇട്ട് മീൻ പിടിക്കാൻ നൈസാണ് ഗൈസ്. ഒരു പ്രത്യേക രസമാണ് ഗൈസ്. കൊണ്ട് നല്ല സ്കൈയും കണ്ട് ഇങ്ങനെ ഇരുന്ന് മീനൊക്കെ പിടിച്ച് ഇരിക്കുന്ന രസമാണ്. കുറേ നോക്കി, ഒന്നും കിട്ടുന്നില്ലായിരുന്നു. കുറേ ട്രൈ ചെയ്ത് മാക്സിമം നോക്കി. പിന്നെ നമ്മുടെ ആ കണ്ണുചേട്ടനാണെങ്കിൽ കോഴിക്കോടിലിട്ട് സ്പൈഡറൊക്കെ ഇട്ടേക്കുക. അതുകൊണ്ട് കിട്ടുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കിട്ടുമെന്നാണ് കണ്ണചേട്ടൻ പറഞ്ഞത്. ഇല്ലെങ്കിൽ ആവാഹിച്ച് ഒരു കൊമ്പനെ പിടിച്ച് കയറ്റുന്നതാണ് അതാണ് കണ്ണചേട്ടൻ പറഞ്ഞത്. കിട്ടുന്ന സ്പോട്ടാണ്. മീനൊക്കെ പിടിച്ചിരുന്ന് കാര്യമൊക്കെ പറഞ്ഞിരിക്കുക. ഫുള്ള് കാടാണ് കേസ്. ഫുള്ള് കാടെന്ന് പറഞ്ഞാൽ ഫുള്ള് കാട്. നല്ല രസമാണ്. നമ്മളവിടെ മീൻ പിടിക്കുന്നു, അവിടെ മീൻ പിടിക്കുന്നു, അവിടെ കുളിക്കുന്നു. പടയപ്പം അങ്ങോട്ട് അവിടെ മാറിയിരുന്ന് ഒറ്റയ്ക്ക് മീൻ പിടിക്കാൻ പോയേക്കുന്നു. കുറച്ച് വിഷയമാണ് ഗൈസ്. പിന്നെ നമ്മൾ മാക്സിമം നോക്കുന്നുണ്ട്. പിന്നെ ഞാനും ചെറിയൊരു ചൂണ്ടയിട്ട് നോക്കുന്നുണ്ട്. കൊത്തുണ്ട് ഗൈസ്, പക്ഷെ ഒന്നും കിട്ടുന്നില്ല. എന്താണെന്നറിയില്ല. എന്നാലും മാക്സിമം നോക്കാണ്. കിട്ടുകയെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും കാണിക്കും നിങ്ങളെ. വലിയ കൊമ്പനെ തന്നെ പിടിച്ച് കയറ്റണമെന്നാണ് ഞങ്ങളൊരു ആറ്റിൽ കൂടെ കമ്പൊക്കെ ഒഴുകി പോകുന്നുണ്ട്. ഫുള്ള് കലക്കൽ വെള്ളമാണ് ഗൈസ്. അതാണ് വിഷയം എന്ന് പറയുന്നത്. ഇവിടെ കൊത്തുണ്ടെന്നൊക്കെയാണ് പറയുന്നത് നമ്മുടെ അനിയൻ. പക്ഷെ ഒന്നും കിട്ടുന്നില്ല. കൊത്തുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. കൊള്ളാം, നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ മീൻ പിടിച്ചൊക്കെ ഇരിക്കാൻ. ആദ്യ വ്ളോഗായതുകൊണ്ട് ഒന്നും കിട്ടില്ല കേസ്. അവസാനം ഞങ്ങൾ വിഷമത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങി ഒരു കുളി ആക്കിയിട്ടാണ് ഞങ്ങൾ അവിടെ തിരിച്ചത്. അതുകൊണ്ട് അവനാണ് ഏറ്റവും വലിയൊരു മീൻപിടുത്തക്കാരൻ. അവൻ്റെ കുണ്ടനാണ് കേസ്. എന്തായാലും ബൈ ഗായ്സ്.